ചുരൽമല ദുരന്തഭൂമിയിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ വല്ലാത്ത കാഴ്ചയാണ്. ഇരുണ്ട കെട്ടിടങ്ങൾ, വീടുകൾ, അതെല്ലാം ചളി നിറഞ്ഞ ആ ഒരു വല്ലാത്ത കാഴ്ച. ഈ വീടുകളിലൊക്കെ മനുഷ്യരുണ്ടായിരുന്നു. ഇവിടെ അടിഞ്ഞുകൂടിയ മരങ്ങൾ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തിയെ അറിയിക്കുന്നുണ്ട്. ഒരു കുന്നൊന്നാകെ ഒലിച്ച് വന്ന് അവിടെയുണ്ടായിരുന്ന വീടുകളും സ്വത്തുകളും ജീവനുകളും എല്ലാം നക്കി തുടച്ചുള്ളൊരു സംഹാര താണ്ഡവം. ഇവിടെയാണ് നമ്മൾ ബഷീർ കെയുടെ അതിജീവനത്തിൻ്റെ ഒരു തട്ടുകട നമ്മൾ കാണുന്നത്. എല്ലാം ഉരുളെടുത്തപ്പോഴും സുമനസ്സുകൾ നൽകിയ ആ തട്ടുകടയിൽ നിന്നും അദ്ദേഹം സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങുകയാണ്. നൂറുകണക്കിന് ആളുകൾക്ക് ചായയും പരിപ്പുവടയും ഉണ്ടാക്കി കൊടുത്ത് ബഷീർ ഖാ ഞങ്ങളോട് കുശലാന്വേഷണങ്ങൾ പറഞ്ഞു. ഇതൊരു നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിന് ഈ ഒരു കട സംവിധാനിച്ചു കൊടുത്തത്. ഈ കട എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരു ചായക്കടയായിരുന്നു. ഇവിടെ സായാഹ്നങ്ങളിൽ രാഷ്ട്രീയവും നാട്ടുകാര്യങ്ങളും എല്ലാം സജീവ ചർച്ചയായിരുന്നു. ഈ കടയിൽ വന്ന് ചായ കുടിച്ച എത്രയോ പേർ ഇന്നവർ ഈ ഭൂമുഖത്തില്ല എന്ന് പറയുമ്പോൾ ബഷീർ ഖായുടെ മനസ്സിൽ വല്ലാത്ത നൊമ്പരം.